ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളെ സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. നമ്മൾ ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മൾ അന്യരും പരദേശികളും പാപികളുമാണ്. അങ്ങനെയുള്ള പാപികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ മേടിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പം നല്ല വസ്ത്രങ്ങളായാലും നല്ല വിദ്യാഭ്യാസം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, മക്കൾക്ക് നമുക്ക് ആവുന്നത്ര പരിശ്രമത്തോടു കൂടെ തന്നെ നല്ലതിനെ മേടിച്ചു കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് സ്വർഗസ്ഥ പിതാവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഒരു പാപവുമില്ലാത്ത, പാപക്കറകളില്ലാത്ത, നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത് വീണ്ടെടുത്ത പിതാവിന് യേശുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്ന് ഈ വചനത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് 1-2 കാര്യങ്ങളുടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളിപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് യേശുവിൻ്റെ അടുത്ത്, നമ്മൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം, മക്കളുടെ പഠനങ്ങൾ അനുഗ്രഹിക്കണം, നല്ല ജോലി വേണം, മക്കളില്ല, അങ്ങനെ പലവിധമായ കാര്യങ്ങളെ യാചിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ യാചിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതം അന്ത്യം വരെയും എൻ്റെ വഴി നടത്തുവാൻ പരിശുദ്ധ ആത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ യാചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ യാചിച്ചു കിട്ടിയ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ നമ്മളിൽ വരുമ്പോൾ നമ്മുടെ കാര്യാദികളെ ഉപദേശിച്ചു തരും. നമ്മൾ തെറ്റായ പാതയിലാണ് പോകുന്നതെങ്കിൽ ആ ഉപദേശം നമുക്ക് തരും. ഇപ്പം നമ്മളുടെ കാര്യങ്ങൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് വീണാലും, അല്ലെ തെറ്റായ ഒരു ബാധയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്നിരിക്കും. അപ്പൊ അതിലൊക്കെ നമുക്കൊരു സാവധാനത്തിൽ നിന്ന് നമുക്ക് ഉപദേശം നൽകും, നമ്മുടെ മനസ്സുകളിൽ നിന്ന് പ്രവർത്തിക്കും. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈലിൽ ഉപയോഗം കൂടുതലുള്ളവർ, ഞാൻ ആദ്യം മൊബൈലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനമാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 11 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിനു മുമ്പ് ദൈവം എന്നെ വെളിപ്പെടുത്തിയതാണ്, നീ രക്ഷിക്കപ്പെട്ടവളാണ്, ഞാൻ തന്നിരിക്കുന്ന വഴിയിലൂടെ മാത്രമേ നീ സഞ്ചരിക്കാവുള്ളൂ, അല്ലെ? അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പാത മാറുന്നു, നമ്മുടെ കാലടികൾ മാറുന്നു, നമ്മുടെ വിചാരങ്ങൾ മാറുന്നു, മനസ്സിന്റെ പ്രവൃത്തികൾ മാറുന്നു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി പോകുന്നു എന്ന് അറിയുമ്പോൾ ദൈവം അവിടെ നിർത്തുകയാണ്, നമ്മളെ ഉപദേശിച്ചു തരും. വചനങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ഉപദേശിക്കും. പിന്നെ വചനത്തിലൂടെ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളെ പഠിപ്പിച്ച വചനങ്ങൾ വായിക്കുന്നത് മൂലം മറന്നു പോകും. പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചിന്തിച്ചിരിക്കുമ്പോൾ മനസ്സുകളിൽ കൂടെ ഇങ്ങനെ ഓടിയെത്തും ആ വചനങ്ങൾ. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് വേണ്ട വിധത്തിൽ വേണ്ട നേരത്ത് ആ വചനങ്ങളെ നമുക്ക് നൽകി തരുവാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമതായി പരിശുദ്ധാത്മാവ് യോഹന്നാൻ 15:26 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ സാക്ഷ്യം പറയുന്നവരായി മാറും. എങ്ങനെ സാക്ഷി? ദൈവം നമുക്ക് നൽകിയ നന്മകളെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് സാക്ഷിയുള്ളവരായി തീരുവാൻ, ദൈവത്തെക്കുറിച്ച് സാക്ഷി പറയുവാൻ. എൻ്റെ യേശു രക്ഷകൻ എന്ന് പറയുന്ന സാക്ഷി അല്ലാതെ വേറൊരു സാക്ഷി എന്താണ് ഈ ലോകത്തിലുള്ളത്? അത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാനും നമ്മളെ ദൈവം അനുഗ്രഹിക്കും. അതുപോലെ തന്നെ യോഹന്നാൻ 16:18 പറയുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരാക്കി തീർക്കും. സത്യാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ഈ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളല്ല ഇത് പറയുന്നത്, ആ
സത്യാത്മാവിലൂടെ നമ്മളെ വെളിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ആ വചനങ്ങൾ നമ്മൾ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ സത്യത്തിലൂടെ ജീവിക്കുവാനും നീതിയുടെ പാതയിൽ നടക്കുവാനും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഉള്ളവരായും തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ എല്ലാവരുടെ മേലും വ്യാപരിക്കുമ്പടിയായി കൃപ ചെയ്യട്ടെ. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ നമ്മളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.